നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. റീ എഡിറ്റഡ് എമ്പുരാൻ വൈകും. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് പ്രദർശനത്തിനെത്തിയില്ല. പൃഥ്വിരാജിന് ദേശവിരുദ്ധരുടെ ശബ്ദമെന്ന വിമർശനവുമായി RSS മുഖപത്രം. സുപ്രിയ മേനോൻ അർബൻ നക്സൽ എന്ന BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. മോഹൻലാലിന്റെ ഖേദപ്രകടനം വ്യക്തിപരമായ അഭിപ്രായമെന്ന് മന്ത്രി സജി ചെറിയാൻ. മോഹൻലാലിന്റെ നിലപാടിൽ ഫാൻസിനുള്ളിൽ അതൃപ്തി. ഓണറേറിയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളോടുള്ള സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കെതിരെ മുടിമുറിച്ചും മുണ്ടനം ചെയ്തും ആശാപ്രവർത്തകരുടെ പ്രതിഷേധം. രാപ്പകൽ സമരം 50 ദിവസം പിന്നിട്ടിട്ടും ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ. പിന്തുണയുമായി K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ സമരപ്പന്തലിൽ. സമവായ ചർച്ചകൾക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയിലെ തർക്കങ്ങളെല്ലാം തുടങ്ങിവച്ചത് യാക്കോബായ സഭയെന്നും വിമർശനം. പൂർണ്ണമായും മറ്റൊരു സഭയാകണമെങ്കിൽ കയ്യേറിയ പള്ളികൾ തിരികെ നൽകണമെന്ന ഓർത്തഡോക്സ് സഭ. വ്യവഹാരരഹിത മലങ്കര സഭയ്ക്കായി ശ്രമിക്കണമെന്നും ആവശ്യം. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ. വാക്സിൻ നയം ഇന്ത്യയെ ലോക നേതൃപദവിയിലേക്ക് ഉയർത്തിയെന്ന് ദ വീക്കിലെ ലേഖനത്തിൽ തരൂർ. നിർണായക സമയത്ത് സഹായഹസ്തം നീട്ടി ഇന്ത്യ വിശ്വാസ്യതയുള്ള പങ്കാളിയായി മാറിയെന്നും ലേഖനം. വഖഫ് ബില്ലിനെ കേരള MPമാർ അനുകൂലിക്കണമെന്ന KCBC നിലപാട് സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും നിർമ്മല സീതാരാമനും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവച്ച് സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. ലഹരി ഉപയോഗത്തിനെതിരെ ഇസ്ലാമിക സമൂഹം ഒരുമിക്കണമെന്ന പെരുന്നാൾ ദിന സന്ദേശത്തിൽ ഇമാമുമാർ. വാർത്തകൾ വിശദമായി നോക്കിയാൽ ഏപ്രിൽ മാസത്തിൽ UAEയിലെ ഇന്ധന വില പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 2.57 ദിർഹമായിരിക്കും നിരക്ക്. സ്പെഷ്യൽ 95 ലിറ്ററിന് 2.46 ദിർഹം. E+91 പെട്രോളിന് ലിറ്ററിന് 2.38 ദിർഹം എന്നിങ്ങനെയാണ് ഏപ്രിൽ മാസത്തെ നിരക്ക്. ഡീസൽ വില 2.38 ദിർഹമാണ് ഏപ്രിൽ മാസത്തെ വില. ആഗോള വിലയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഇന്ധന വില പുതുക്കി നിശ്ചയിക്കുന്ന രീതിയാണ് UAE പിന്തുടരുന്നത്. കുവൈറ്റിലെ സാമൂഹിക കാര്യ മന്ത്രാലയത്തിന്റെ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിൽ മോസ്ക 1 KW എന്ന പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് കണ്ടെത്തിയതായി അധികൃതർ. ഈ വ്യാജ അക്കൗണ്ട് മന്ത്രാലയത്തിന്റെ പേരിൽ കടം തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്ന ക്യാമ്പയിൻ ഉപയോഗിച്ച് പണം ശേഖരിക്കുകയും സംഭാവന നൽകുന്നവരുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇത്തരം വ്യാജ അക്കൗണ്ടുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. വ്യാജ അക്കൗണ്ടിന് പിന്നിലുള്ളവർക്കെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മുൻനിര ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈനാസിന്റെ 30% ഓഹരികൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ വിൽപ്പന നടത്താൻ സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി അനുമതി നൽകി. കമ്പനിയുടെ 5.1 കോടി ഓഹരികൾ വിൽക്കാനാണ് അനുമതി. സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്ന തീയതിക്ക് വളരെ മുൻപ് തന്നെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കുമെന്ന് അതോറിറ്റി പറഞ്ഞു. ഓഹരി വിൽപ്പന അപേക്ഷയ്ക്ക് അതോറിറ്റി നൽകിയ അംഗീകാരത്തിന് 6 മാസത്തെ സാധ്യതയുണ്ട്. ഈ കാലയളവിനുള്ളിൽ കമ്പനിയുടെ ഓഹരികളുടെ ഓഫറിംഗും ലിസ്റ്റിംഗും പൂർത്തിയായില്ലെങ്കിൽ അനുമതി റദ്ദാക്കപ്പെടും. 30 രാജ്യങ്ങളിലെ 70-ലധികം സ്ഥലങ്ങളിലേക്ക് ഫ്ലൈനാസ് പ്രതിവാരം 1500-ലേറെ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. മറ്റു വാർത്തകൾ നോക്കിയാൽ എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് തിയേറ്ററുകളിൽ എത്താൻ വൈകും. മോഹൻലാലും പൃഥ്വിരാജും ഖേദപ്രകടനം നടത്തിയിട്ടും സിനിമയ്ക്കെതിരായ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം തിരക്കഥാകൃത്ത് മുരളി ഗോപിയുടെ മൗനവും ചർച്ചയാവുകയാണ്. ഇതിനിടെ RSS മുഖപത്രമായ ഓർഗനൈസർ പൃഥ്വിരാജിനെതിരായ കടുത്ത വിമർശനം തുടരുകയാണ്.
പ്രതിഷേധത്തെ തുടർന്ന് എമ്പുരാൻ സിനിമയുടെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് ഇന്നു മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു സൂചനകൾ. എന്നാൽ റീ എഡിറ്റിംഗ് പ്രദർശനത്തിനെത്തുന്നത് വൈകുമെന്നാണ് റിപ്പോർട്ട്. കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്ത രീതിയിൽ ഏകപക്ഷീയമായി ചിത്രീകരിച്ചതിലൂടെ ഹിന്ദുക്കളെ കുറ്റവാളികളാക്കി മാറ്റിയെന്നതാണ് സിനിമയ്ക്കെതിരായ പ്രധാന ആരോപണം. മോഹൻലാൽ ഖേദപ്രകടനവുമായി രംഗത്ത് വരികയും പൃഥ്വിരാജ് അത് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടും സാമൂഹ്യ മാധ്യമങ്ങളടക്കം സിനിമയ്ക്കെതിരായ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. പൃഥ്വിരാജിനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസർ രണ്ടാമതും ലേഖനമെഴുതി. ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളെ ആക്രമിച്ചപ്പോൾ പൃഥ്വിരാജ് പ്രതികരിച്ചില്ലെന്നും മുനമ്പത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മൗനമെന്നും, എന്നാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളെയും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനെയും പിന്തുണച്ചുവെന്നും ഓർഗനൈസർ വിമർശിച്ചു. അതേസമയം ഖേദപ്രകടനവുമായി നടനും സംവിധായകനും രംഗത്ത് വന്നിട്ടും തിരക്കഥാകൃത്തായ മുരളി ഗോപി ഇപ്പോഴും മൗനം തുടരുകയാണ്. എന്നാൽ വിവാദ ഭാഗങ്ങൾ 3 മിനിറ്റ് ഒഴിവാക്കാനും വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റാനും തീരുമാനമെടുത്തതിലും ഖേദപ്രകടനത്തിലും മുരളി ഗോപിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സിനിമയ്ക്ക് പ്രമേയമൊരുക്കിയ വ്യക്തിയുടെ മൗനം നൽകുന്ന സന്ദേശം എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എമ്പുരാൻ സിനിമയ്ക്കെതിരായ സംഘപരിവാറിന്റെ സൈബർ ആക്രമണങ്ങൾ ജനാധിപത്യ വിരുദ്ധമെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സെൻസർ ബോർഡ് അനുമതി കൊടുത്ത സിനിമയെ ഭീഷണിപ്പെടുത്തി തിരുത്തിക്കാൻ ശ്രമിക്കുകയാണ്. സിനിമ ഒരു വ്യവസായമാണല്ലോ എന്നും MA ബേബി പറഞ്ഞു. അതേസമയം ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുജറാത്തിൽ വംശീയ കൂട്ടക്കൊല നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സംഘപരിവാറിൻ്റെയും RSSൻ്റെയും ഈ കടന്നാക്രമണം, എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, ഇത് അത്യന്തം ഉത്കണ്ഠാജനകമാണ്. ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. ഈ സിനിമയുടെ പുതിയ ഒരു വേർഷൻ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഈ സിനിമ നിർമ്മിച്ചവർ നിർബന്ധിതരായിരിക്കുകയാണ്. സിനിമ എടുക്കുന്നവരെ രാജ്യദ്രോഹിയാക്കുന്ന പ്രവണത ശരിയല്ലെന്ന് മന്ത്രി P. രാജീവ്. സിനിമയ്ക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. എതിർപ്പുയരുമ്പോൾ സ്വയം എഡിറ്റ് ചെയ്യാം എന്ന് പറയുന്ന സാഹചര്യം ഉരുത്തിരിയുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രമേയങ്ങളുണ്ട്, നമുക്ക് അതിനോട് യോജിക്കാവുന്ന ഭാഗങ്ങളുണ്ടാകും, വിയോജിക്കാവുന്ന. പക്ഷെ അത് എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും നാടാകെ സിനിമ മിക്കവാറും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകാം. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ആ സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്നതാണ് എല്ലാവരും സ്വീകരിക്കേണ്ട സമീപനം. ഒരു സിനിമ നടത്തുമ്പോൾ അത്തരത്തിൽ ആളുകളെ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കും ആ നിലപാട് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിലപാടുകൾ പറയരുത് എന്നൊരു സന്ദേശം കൈമാറാനാണ് അത്തരം സമീപനങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത്. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി VN വാസവൻ. എത്ര വെട്ടിയാലും ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വെട്ടിമാറ്റാൻ പറ്റില്ല. ചരിത്രം ചരിത്രമായും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായും നിലനിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണം തന്നെയാണ് യഥാർത്ഥത്തിൽ എമ്പുരാനെതിരായി വന്നിട്ടുള്ള വെട്ട്. അത് എത്ര വെട്ടിയാലും ചരിത്ര യാഥാർത്ഥ്യങ്ങളും സത്യവും വെട്ടിമാറ്റാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭിപ്രായം. യാഥാർത്ഥ്യങ്ങളെന്നും യാഥാർത്ഥ്യങ്ങളായിരിക്കും, ചരിത്രമെന്നും ചരിത്രമായി സംശയമാണ്. സുപ്രിയ മേനോൻ അർബൻ നക്സൽ എന്ന BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. മല്ലിക സുകുമാരൻ ആദ്യം മരുമകളെ നിലയ്ക്ക് നിർത്തട്ടെ എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി അങ്കമാലിയിൽ നടത്തിയ പരിപാടിയിലാണ് പരാമർശം. മല്ലിക സുകുമാരനോട് BJP പറയാനുള്ളത്, നിങ്ങളുടെ മല്ലിക സുകുമാരന്റെ മരുമോള്, ആ മരുമോള് അർബൻ നക്സൽ, ആ അർബൻ നക്സൽ പോസ്റ്റ് അതിലെന്താ പറയുന്നത്, നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കല എന്റെ ഭർത്താവിനോട് കൊണ്ടാകാൻ ആദ്യം ആ അഹങ്കാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിനെ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി. സിനിമയെ സിനിമയായി കാണണം. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുകയാണ്. സൈബർ ആക്രമണം അനുഭവിക്കുന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. ന്യായം എവിടെയോ അതിനൊപ്പം നിൽക്കുമെന്നും ആസിഫ് അലി തൊടുപുഴയിൽ പറഞ്ഞു. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക, അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം.
അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഒരാളെ കുറ്റം പറയാൻ 5-6 പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പം സോഷ്യൽ മീഡിയ അറ്റാക്സൊക്കെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാ വർക്കർമാരുടെ അവകാശ പോരാട്ടത്തെ അവഗണിക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് മുടി മുറിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച ആശമാർ. തല മുണ്ടനം ചെയ്തും മുടി ഭാഗികമായി മുറിച്ചുമാണ് ആശമാർ സമരം കടുപ്പിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ മുടിമുറിക്കൽ സമരത്തിന്റെ ഭാഗമായി. അവകാശ പോരാട്ടത്തെ അവഗണിക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് മുടി മുറിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച് ആശമാർ. രാവിലെ സമരഗേറ്റിലേക്ക് പ്രകടനം നടത്തിയാണ് 50ഓളം വരുന്ന ആശാ വർക്കർമാർ പ്രതിഷേധത്തിൽ പങ്കാളികളായത്. പ്രതിഷേധം കണ്ടിട്ടെങ്കിലും സർക്കാർ തങ്ങളെ പരിഗണിക്കണമെന്നാണ് ആശമാരുടെ ഒന്നടങ്കമുള്ള അപേക്ഷ. സർക്കാർ കണ്ണ് തുറക്കണം, എന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ദിവസം ഞങ്ങൾ ശ്രമിച്ചു. ഇത് ഞങ്ങളെ ക്ഷമയുടെ അറ്റം വരെയായി. ഇനിയെങ്കിലും മുഖ്യമന്ത്രി കണ്ണ് തുറന്നേ പറ്റൂ. സമരപ്പന്തലിലേക്ക് എത്താൻ സാധിക്കാത്ത വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ അവർ ജോലി ചെയ്യുന്ന PHCകൾക്ക് മുന്നിൽ തല മുണ്ടനം ചെയ്തും മുടിമുറിച്ചും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. സൈബർ ആക്രമണം അടക്കം നടത്തി സർക്കാർ സമരത്തിനെതിരെ ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും സർക്കാർ അറിയിച്ചാൽ സമര നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആശമാർ ആവർത്തിക്കുകയും ചെയ്യുന്നു. 232 രൂപ കൂലി അത് ഞങ്ങൾക്ക് മറ്റാവില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളെ വീണ്ടും ആക്ഷേപിച്ചൊറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ പൊറുക്കില്ല, കേരള സമൂഹം പൊറുക്കില്ല. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, വിവിധ മതാധ്യക്ഷന്മാർ തുടങ്ങിയവർ ഇന്ന് സമരപ്പന്തൽ സന്ദർശിച്ചു. 2 തവണയാണ് സർക്കാർ ആശാ വർക്കർമാരുമായി ചർച്ച നടത്തിയത്. എന്നാൽ ഉന്നയിച്ച ആവശ്യങ്ങൾ സാമ്പത്തിക ഞെരുക്കം ചൂണ്ടിക്കാട്ടി സർക്കാർ തള്ളുകയായിരുന്നു. അതേസമയം ആശമാർ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 12ാം ദിനത്തിലെത്തി നിൽക്കുകയാണ്. സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിയുള്ള പ്രതിഷേധം. ഇനി മറുപടി പറയേണ്ടത് സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുമാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ സൽകുമാറിനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലങ്കര ഓർത്തഡോക്സ് സഭയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. സമാധാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ പടി രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിക്കുക എന്നതാണ്. മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകുക എന്നതാണ് ഉചിതമെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. മലങ്കര സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ബെസേലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ പറഞ്ഞിരുന്നു. ഇതിനെ സ്വാഗതം ചെയ്താണ് ഓർത്തഡോക്സ് വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. കാലങ്ങളായി മലങ്കര സഭ ഇക്കാര്യം ആവശ്യപ്പെടുന്നതാണ്. ആരോട് ക്ഷമിച്ചാലും ദേവലോകത്തെ കാതോലിക്കയോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞ നാവിൽ നിന്ന് തന്നെ സമാധാനത്തിന്റെ സ്വരമുയർന്നത് നന്നായി. ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞതെങ്കിൽ മലങ്കരയിൽ സമാധാനമുണ്ടാകും. കേസുകൾ അവസാനിപ്പിക്കണമെന്ന് യാക്കോബായ വിഭാഗം ആവശ്യപ്പെടുമ്പോൾ കേസുകൾക്കെല്ലാം തുടക്കം കുറിച്ചത് ആരാണെന്ന് വിസ്മരിക്കരുത്. നിയമമനുസരിച്ചാൽ വ്യവഹാരങ്ങൾ അവസാനിക്കും. സമാധാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യപടി രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിക്കുക എന്നതാണ്. രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിച്ചുള്ള സമാധാനത്തിന് തയ്യാറല്ലെങ്കിൽ അക്കാര്യവും വ്യക്തമാക്കണം.
പൂർണ്ണമായും മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വെച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകുക എന്നതാണ് ഉചിതം. മലങ്കര സഭയ്ക്കൊപ്പം നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹത്തെ അടർത്തി മാറ്റരുത്. വ്യവഹാരരഹിത മലങ്കര സഭ എന്ന ഏവരുടെയും അഭിലാഷം പൂവണിയാൻ ക്രൈസ്തവ മാർഗത്തിലൂടെ ശ്രമിക്കാമെന്നും ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റമദാൻ 29 നോമ്പുകൾ പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിൽ പ്രാർത്ഥനയും വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകളും നടന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. 3000-ലധികം ഇസ്ലാം മതവിശ്വാസികളാണ് ഈദ്ഗാഹ് ചടങ്ങിൽ പങ്കെടുത്തത്. പരസ്പരം ആശ്ലേഷിച്ചും സന്ദേശങ്ങൾ കൈമാറിയുമായിരുന്നു ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിയത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. സംസ്ഥാനത്ത് കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കും ലഹരി ഉപയോഗത്തിനുമെതിരെ സന്ദേശം ഉയർത്തിയായിരുന്നു തലസ്ഥാന നഗരിയിലെ ഈദ്ഗാഹ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, കോഴിക്കോട്ടെ വിദ്യാർത്ഥിയുടെ കൊലപാതകം എന്നിവയും പരാമർശിച്ചായിരുന്നു പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയുടെ പ്രഭാഷണം. മതസ്വാതന്ത്ര്യത്തിനെതിരായാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി പെരുന്നാൾ ദിന സന്ദേശത്തിൽ പറഞ്ഞു. സമൂഹത്തിന്റെ സമാധാനത്തിന് വിഘാതം തട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവുമെല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളുമെല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ്. ഈ ക്യാമ്പയിനുകളെയെല്ലാം പിന്തുണക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ലഹരിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഖുർആൻ. കോഴിക്കോട് ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ച വിശ്വാസികൾ കോഴിക്കോട് ബീച്ച്, മാങ്കാവ് മൈതാനം തുടങ്ങി വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിച്ച സംയുക്ത ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഈദ്ഗാഹുകളിൽ മതപണ്ഡിതർ ലഹരിക്കെതിരെ സന്ദേശവും നൽകി. കോഴിക്കോട് കിണാശ്ശേരിയിൽ ക്ഷേത്രോത്സവം നടക്കുന്ന അതേ വേദിയിൽ പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത് മലബാറിലെ മറ്റൊരു കാഴ്ചയാണ്. ഇത്തവണ റമദാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. യുവതലമുറ ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുകയാണെന്നും ഈ വിപത്തിൽ നിന്നും അവരെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കണമെന്നും മതപണ്ഡിതൻ M. അഹമ്മദ് കുട്ടി മഹദിനി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ തിന്മകളെയും അധർമ്മങ്ങളെയും പെറ്റുകൂട്ടുന്ന തള്ളയാണ് ലഹരി എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുമ്പോൾ കൊള്ളയുണ്ടാകുന്നു, കൊലയുണ്ടാകുന്നു, ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്നു. അനിയന്ത്രിതമാം വിധം സമൂഹത്തിൽ ഇതൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഭീതിയോടുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. നിങ്ങൾ അതിനോട് അടുക്കരുത്, നിങ്ങൾ അത് ഉപയോഗിക്കരുത്, അതിന് ഒരിക്കലും അടുത്തു പോകരുത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പലസ്തീൻ ഉൾപ്പെടെ ദുരിതമനുഭവിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യവും പ്രാർത്ഥനയും ഈദ്ഗാഹുകളിലും പള്ളികളിലും ഉണ്ടായിരുന്നു. പള്ളിയാറയ്ക്കൽ ദുർഗാഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കിണാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹാണ് മലബാറിനെ വേറിട്ട് നിർത്തുന്നത്. ഉത്സവത്തിനായി ബുക്ക് ചെയ്ത ഗ്രൗണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ ഈദ്ഗാഹിനായി വിട്ടു നൽകുകയായിരുന്നു. നേരത്തെ നടന്ന ഇഫ്താർ സംഗമത്തിലും ക്ഷേത്ര ഭാരവാഹികൾ ഒന്നടങ്കം പങ്കെടുത്തിരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ മഹല്ല് ഭാരവാഹികളും പങ്കെടുക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോടികൾ മുടക്കിയാണ് കൊല്ലത്ത് അഷ്ടമുടിക്കായൽ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്നാൽ നഗരമാലിന്യങ്ങളും മനുഷ്യവിസർജ്യങ്ങളും കായലിലേക്ക് ഒഴുകുന്നത് തടയാൻ കോർപ്പറേഷൻ യാതൊന്നും ചെയ്യുന്നുമില്ല. പരിസ്ഥിതി പ്രവർത്തകരും പൊതുജനങ്ങളും ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും കൊല്ലം കോർപ്പറേഷൻ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. പുതിയ ബജറ്റിലും കായൽ സംരക്ഷണത്തിനായി കോടികൾ വകയിരുത്തിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിൽ അംഗങ്ങളും കോർപ്പറേഷൻ സെക്രട്ടറിമാരും തുടങ്ങി മറ്റുദ്യോഗസ്ഥരും 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് കൗൺസിൽ മുമ്പാകെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം, ശുചിത്വം, ആരോഗ്യം എന്നിവയൊക്കെ മുൻനിർത്തി ദീർഘവീക്ഷണത്തോടെയും ഇച്ഛാശക്തിയോടെയുമുള്ള പദ്ധതികൾ പൂർത്തിയാക്കി മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബജറ്റിൻ്റെ ആമുഖ പ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു.
എന്നാൽ കൊല്ലം കോർപ്പറേഷന് തൊട്ടടുത്തുള്ള നഗരത്തിലെ ഒരു പ്രധാന ഇടത്തിലെ കാഴ്ച ഇങ്ങനെയാണ്. കൊല്ലത്തിൻ്റെ ജീവനാഡിയായ അഷ്ടമുടിക്കായലെന്ന് കൊല്ലം കോർപ്പറേഷൻ വാക്കാൽ പറയുമ്പോഴും നഗരത്തിലെ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടൊഴുകാനാണ് ഈ കായലിൻ്റെ വിധി. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയിലൂടെ അഷ്ടമുടിക്കായലിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് 25 കോടി രൂപയാണ് കൊല്ലം കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ പരിഷ്കൃത സമൂഹത്തിൻ്റെ ജൈവ അജൈവ മാലിന്യങ്ങൾ അത്രയും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാതെയാണ് കായലിൻ്റെ പുനരുജ്ജീവനം എന്ന് സാഹിത്യഭാഷ കടമെടുത്തുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ കോടികൾ ഇവിടെ മുടക്കുന്നത്. ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായില്ല. സ്മെല്ല് കാരണം ഇതിൽ പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു പാർക്കിന് വേണ്ടി പണിഞ്ഞിട്ടിരിക്കുക. ഈ പാർക്ക് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ ഇതിവിടെ കിടന്നിട്ട് കഥയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നീക്കം ചെയ്യണം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണത്. അങ്ങനെ വിടാൻ പാടില്ല. അങ്ങനെ വിടാൻ പിന്നെ ഇത് ചെയ്തിട്ട് കഥയില്ലല്ലോ. ഈ റോഡ് ഇത്രയും ബഡ്ജറ്റ് കൂട്ടി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ അത് കണക്ഷൻ കൊടുത്ത് വിടാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഈ ജനങ്ങൾക്ക് എന്താണ് സൗകര്യമുള്ളത്? ഇവിടെ ജനങ്ങളെ പറ്റിക്കാന്നുള്ള ഇതല്ലേ ചെയ്യുന്നത്. കൊല്ലത്തെ ചെറുതും വലുതുമായ എല്ലാ ജലാശയങ്ങളുടെയും ശുചീകരണത്തിനും സംരക്ഷണത്തിനുമായി 10 കോടി രൂപയാണ് മറ്റൊരിനത്തിൽ വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ മാലിന്യങ്ങൾ റോഡിന് കുറുകെ നിർമ്മിച്ച ഓടയിലൂടെ കായലിലേക്ക് ഒഴുകുമ്പോൾ അഷ്ടമുടിക്കായലിന് തീരത്തെ ജൈവ വൈവിധ്യങ്ങളും മത്സ്യസമ്പത്തുമാണ് ഇല്ലാതെയായത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് നടുവിൽ പച്ചപ്പ് നഷ്ടപ്പെട്ട മരങ്ങൾ, തിരിച്ചറിവ് നഷ്ടപ്പെട്ട സംസ്കാരത്തിൻ്റെ ദുരന്ത സ്മാരകം പോലെ ഇവിടെയുണ്ട്. അഷ്ടമുടിക്കായൽ സംരക്ഷണ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരുമൊക്കെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ കോടികൾ വകയിരുത്തി ബജറ്റ് പാസാക്കിയുള്ള കയ്യടി ശബ്ദത്തിൽ അവയൊന്നും ലക്ഷ്യം കാണുന്നില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ജിദ്ദ ഒതായി ചാത്തല്ലൂർ വെൽഫെയർ കമ്മിറ്റി ഇഫ്താറും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ഷറഫിയ സഫയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജനറൽ ബോഡി പൊതുയോഗത്തിൽ KC ഫൈസൽ ബാബ ആമുഖ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് അഷ്റഫ് VT അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി സുൽഫിക്കർ ഓത്തായി ഉദ്ഘാടനം ചെയ്തു. CT മുജീബ് സൊലാഹി റമദാൻ സന്ദേശം നൽകി. റമദാനിൽ സ്ഫുടം ചെയ്തെടുത്ത ആത്മശുദ്ധിയും ചൈതന്യവും ഈദിന് ശേഷവും തുടരണമെന്ന് മുജീബ് സന്ദേശത്തിൽ പറഞ്ഞു. സൗദിയിലെ റിയാദിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് B11 എന്ന പേരിലുള്ള റെസ്റ്റോറന്റ് ശൃംഖലയുടെ മുഴുവൻ ശാഖകൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന മെയിൻ കേന്ദ്രവും അടപ്പിച്ചതായി സൗദി മുനിസിപ്പൽ പാർപ്പിടകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. ചിലർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. B11 റെസ്റ്റോറന്റുകളെ സൗദിയിലെ ഡെലിവറി ആപ്പുകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലെ സാംസ്കാരിക സംഘടനയായ ഭാരതീയ പ്രവാസി പരിഷത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സാൽമിയയിൽ ചേർന്ന സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ സുധീർ V മേനോൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തിനും ചർച്ചകൾക്കും ശേഷം പുതിയ ഭാരവാഹികളുടെ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സുധീർ മേനോനെ പ്രസിഡന്റായും ഹരി ബാലരാംപുരത്തിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷറർ പ്രഭാകരനെയും രാജ് ഭണ്ഡാരി ജോയിന്റ് ജനറൽ സെക്രട്ടറിയായും രാജേഷ് RJയെ വെൽഫെയർ സെക്രട്ടറിയായും രശ്മി നവീൻ ഗോപാലിനെ മെമ്പർഷിപ്പ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നൽകി വരാറുള്ള അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങളായ വനിതാ അംഗങ്ങൾക്കുള്ള വസ്ത്രവിതരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ വനിതകൾക്കാണ് വസ്ത്രവിതരണം നടത്തിയത്. അമൃതശ്രീ അംഗങ്ങൾക്കായുള്ള സൗജന്യ വസ്ത്രവിതരണത്തിൻ്റെ ആദ്യഘട്ടമാണ് കൊല്ലം ആലപ്പാട് പൂർത്തിയായത്. പറയകടവ്, കുഴിത്തറ, ആലപ്പാട്, ചെറിയഴീക്കൽ, പണ്ടാരത്തുരുത്ത്, വെള്ളനാതുരുത്ത്, സ്രായിക്കാട്, അഴീക്കൽ നോർത്ത്, അഴീക്കൽ സൗത്ത് എന്നീ മേഖലകളിലെ വനിതകൾക്ക് ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ സാരി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇതുവരെ 10,000-ലധികം പേർക്ക് വസ്ത്രം വിതരണം ചെയ്തു. വരും ദിവസങ്ങളിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കും സൗജന്യ വസ്ത്രവിതരണം നടത്തും. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ ഏകദേശം 15,000 സംഘങ്ങളും 2.5 ലക്ഷത്തിലധികം അംഗങ്ങളുമുണ്ട്. എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും വർഷം തോറും മഠം നൽകി വരുന്നു. അമൃത ന്യൂസ്, കൊല്ലം.
അടുത്ത സീസണിൽ ബയേൺ മ്യൂണിക്കിനൊപ്പം തോമസ് മുള്ളർ ഉണ്ടാവില്ലെന്ന റിപ്പോർട്ട്. മുള്ളർ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ക്ലബ്ബ് പുതിയ കരാർ നൽകാൻ സാധ്യതയില്ല എന്നാണ് വിവരം. 2000 ക്ലബിന്റെ അക്കാദമിയിൽ ചേർന്നത് മുതൽ ബയേണിൽ പ്രവർത്തിക്കുന്ന മുള്ളർ വർഷങ്ങളായി അവരുടെ ജർമ്മനിയിലെ ആധിപത്യത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.